ചെക്കനെ വരെ ആശിപ്പിച്ചിട്ട് നമ്മ എന്താ ഉണ്ടാക്കുന്നത്? കേക്ക് എന്നൊക്കെ പറഞ്ഞ് കാവടി തുള്ളി പോകുമ്പോഴേ അറിയായിരുന്നു കേക്ക് ആവോ ഇല്ലയോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് മുട്ടയുടെ മഞ്ഞ മാത്രം എടുത്തിട്ട് നല്ല രീതിയിൽ കൈയൊക്കെ കഴുകുക. ചെക്കന് വൃത്തി കുറച്ച് കൂടുതലായതുകൊണ്ട് കൈയൊക്കെ ഇടക്കിടക്ക് കഴുകിക്കൊണ്ടിരിക്കും. ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുന്നതാണെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യായിരുന്നു. ഇത് ഞാനാണെങ്കിൽ എത്രയോ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടും ഫ്ലോപ്പായി കൊണ്ടുവന്ന കേക്കായിരുന്നു. അതുകൊണ്ട് ഇന്ന് പുതിയൊരു ഷെഫിനെ കൊണ്ടുവന്നതേ ഇല്ലു. ഷെഫിന് വളരെ വളരെ എനർജി കൂടുതലായിരുന്നു. അതുകൊണ്ട് പഞ്ചസാരൊക്കെ വാരി കോരി ഇടുവാണ്. ബേക്കിംഗ് സോഡ ഇല്ലാതെയും കേക്ക് ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇറങ്ങി തിരിച്ചത്. കാരണം നമ്മുടെ വീട്ടിൽ ബേക്കിംഗ് സോഡ ഇല്ല. ബേക്കിംഗ് സോഡ ഇല്ലാണ്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് യൂട്യൂബിൽ കണ്ടപ്പോൾ മാത്രം. അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടെങ്കിലും ഒരു പണി കിട്ടി. കാരണം നമ്മുടെ മെയിൻ ഷെഫ് അങ്ങ് ചെറുങ്ങനെ ഉറങ്ങിപ്പോയി. എന്നെ വിളിച്ചിട്ടാണെങ്കിൽ എണി നിൽക്കുന്നില്ല, നീ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന എന്നോട്. പിന്നെ കാര്യത്തിനൊക്കെ ഒരു തീരുമാനം, എന്തായാലും ഫ്ലോപ്പ് ആവുന്ന ഒരു പ്രശ്നമില്ല. കാരണം നമ്മളെ മെയിൻ ഷെഫ് ഇല്ലല്ലോ. മെയിൻ ഷെഫ് ഇല്ലാണ്ട് എന്താ കളി? മെയിൻ ഷെഫ് യൂട്യൂബ് എടുത്തിട്ട് വരട്ടി ഇതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഒറ്റയ്ക്ക് ചെയ്യാൻ ചെറിയ മടി ഉണ്ടെങ്കിൽ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇത്രയും ഉണ്ടാക്കില്ലേ. അപ്പം നമ്മൾ എന്താക്കി അപ്പച്ചപ്പിലേക്ക് വെച്ച് ക്ലോസ് ചെയ്ത് ഇനി ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിലൊക്കെ കേക്ക് ഇങ്ങനെ പൊന്തി വന്നിരിക്കുന്നു. ഇത് കേക്ക് പൊന്തിയിട്ടും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. അപ്പം മനസ്സിൽ ഏകദേശമൊക്കെ ഫ്ലോപ്പ് ആയെന്ന്. പിന്നെ തട്ടിയിട്ടും വരുന്നില്ല, മുട്ടിയിട്ടും വരുന്നില്ല, പാത്രത്തിന് പറ്റി പിടിച്ച് ഒരുമാതിരി പാത്രം പോയ അവസ്ഥയാണ്. അത്രയല്ലേ ഗൈസ്, ശുഭദിനം.